രണ്ട് കുട്ടികളുള്ള ഒരു അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ത്യാഗത്തിൻ്റെയും സഹനങ്ങളുടെയും ഒക്കെ കഥയാണ്. ആ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെ ഉള്ള പടയോട്ടം. മുമ്പൊക്കെ എഴുന്നേൽക്കാൻ അലാറം വേണമായിരുന്നെങ്കിൽ ഇന്നതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മളെക്കാൾ മുമ്പ് ഉണർന്നിരുന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ആളുള്ളപ്പോൾ അലാറമൊക്കെ നമുക്ക് അധിക ചിലവാണെന്നേ. അതുമാത്രമോ, ഇനി സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഈ പറഞ്ഞത് നേരെ തിരിയും. എത്ര വിളിച്ചാലും എഴുന്നേൽക്കാൻ മടി കാണിക്കുമ്പോൾ അറിയാതെ എവിടുന്നോ ഒരു ദേഷ്യം വരും. ആ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്ത് സാവധാനം അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴേക്കും സമയം 8 ആയിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് ഒരു ഓട്ടമാണ്. സ്കൂൾ ബാഗ്, ലഞ്ച് പാക്കിംഗ്, ബ്രേക്ക്ഫാസ്റ്റ് ടൈം, അങ്ങനെ ഓരോ വർക്കിംഗ് ഡേയ്സും നമ്മുടെ ഉള്ളിലെ കായിക താരത്തിൻ്റെ ശക്തിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തോന്നും, ഈ ഓട്ടം ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തിട്ടാണെങ്കിൽ അതിനുള്ള അംഗീകാരമെങ്കിലും കിട്ടിയേനെ എന്ന്. കഴിഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി ഒന്ന് ചായ കുടിക്കാതിരുന്നാലാവും ചെറുതിൻ്റെ എൻട്രി. പിന്നെ അവരുടെ കരച്ചിൽ മാറ്റാൻ എടുത്തും തോളത്ത് വെച്ചും ഒക്കെയാവും ബാക്കിയുള്ള ജോലികൾ. ചിലപ്പോഴൊക്കെ എത്ര ചെയ്താലും തീരാത്ത ജോലികളും ഉണ്ടാവും. തൂത്തുവാരി വൃത്തിയാക്കിയിട്ടേക്കുന്ന നിലം വൃത്തികേടായി കിടക്കുന്നതും കളിപ്പാട്ടങ്ങൾ നിലത്ത് പിന്നെയും കിടക്കുന്നതും കണ്ട് അത് പോയി ഒന്നും കൂടി ഒതുക്കി വെക്കാം എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ തന്നെയാണ്. പുറമേക്ക് പോളിഷ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല എന്ന് കേൾക്കുന്നവർക്കും അത് പറയുന്നവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ പോവരുത്. അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ ഇരിക്കുക. മക്കൾക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അവരുടെ കൂടെയുള്ള ഈ സമയം മാക്സിമം എൻജോയ് ചെയ്യുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന പെർഫെക്റ്റ് മദേഴ്സ്, അതൊന്നും കണ്ട് ഞാനെന്താ ഇങ്ങനെ, എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. യഥാർത്ഥ മദർഹുഡ് എന്ന് പറയുന്നത് ഈ ബഹളങ്ങളും ചിതറിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങളും തളർച്ചയും ഒക്കെ തന്നെയാണ്. തളരുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ മടിക്കണ്ട. ഈ സമയവും കടന്നു പോകും. ഈ തിരക്കുകളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. പക്ഷേ രാത്രി അവർ ഉറങ്ങുമ്പോൾ ഈ ബഹളങ്ങളൊക്കെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുമെന്ന് ഓർക്കാറുണ്ട്. അമ്മയാവുക എന്നത് ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലിയാണ്. അതേസമയം ഏറ്റവും മനോഹരമായ ഒന്നാണ്. ഈ കുഞ്ഞു ചിരികളാണ് എൻ്റെ ജീവിതം. വീട് ഒന്ന് അടുക്കി വച്ചാൽ അടുത്ത നിമിഷം അത് പഴയതുപോലെയാകും. ചിലപ്പോഴൊക്കെ തോന്നും, എനിക്ക് കുറച്ചു സമയം ഒറ്റയ്ക്ക് കിട്ടിയെന്നില്ലെന്ന്. പക്ഷേ രാത്രി അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ കൈകളിൽ ഒതുങ്ങിക്കൂടി കിടക്കുന്ന ആ കുഞ്ഞു ശരീരമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവർ വളർന്നു വലുതായാൽ ഈ ബഹളങ്ങളൊക്കെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുമെന്ന്.